യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 15 ഡേയ്സ് ക്ലിയർ സ്കിൻ ചലഞ്ചിന്റെ 5ാമത്തെ വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ പോകുന്നത് ഒരു മാജിക്കൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ ആണ്. നിങ്ങൾക്കറിയാലോ, ഓയിൽസ് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ടിരിക്കാനും നല്ല യങ് ആയിട്ടിരിക്കാനും ഓയിൽസ് വളരെയധികം നല്ലതാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത്തരത്തിലൊരു മാജിക്കൽ സ്കിൻ ലൈറ്റനിങ് ഓയിൽ ആണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുഖക്കുരുവും പാടും ഒക്കെ മാറ്റി നമ്മുടെ സ്കിന്നിന് നല്ല ക്ലിയർ ആക്കാനും നമ്മുടെ സ്കിന്നിന് നല്ല കളർ നൽകാനും സഹായിക്കുന്ന ഒരു ഓയിലാണ്. അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കേണ്ട, നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കാണാൻ പറ്റൂ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമുക്ക് ഈ ഒരു ഓയിൽ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടുന്നത് മഞ്ഞളാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കസ്തൂരി മഞ്ഞളാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള ഏത് മഞ്ഞൾ വേണമെങ്കിലും എടുക്കാം. ഇനി മഞ്ഞളിന്റെ പൗഡർ ആണുള്ളതെങ്കിൽ അതും എടുക്കാം. അപ്പൊ ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള മഞ്ഞളാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ മഞ്ഞൾ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന മുഖക്കുരുവും പാടുകളും മാറ്റി നമ്മുടെ സ്കിന്നെ നല്ല ക്ലിയർ ആക്കാനും സ്കിന്നിന് കളർ നൽകാനും സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല തിളക്കം നൽകാനും ഇത് വളരെയധികം നല്ലതാണ്. അടുത്തതായിട്ട് നമുക്ക് വേണ്ടുന്നത് പേരയിലയാണ്. അപ്പൊ പേരയില തളിരില നോക്കിയിട്ട് എടുക്കുക. ഓക്കെ, ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടുകൾ മാറ്റാനും മുഖക്കുരു വരാതിരിക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പേരയില. അപ്പൊ പേരയിലയുടെ പൗഡർ വേണമെങ്കിലും അതും എടുക്കാവുന്നതാണ്. അപ്പൊ ഇത് ആവശ്യാനുസരണം എടുക്കാം. അപ്പൊ ഞാനിപ്പോ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടുന്ന 2 ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്, മഞ്ഞളും അതുപോലെ തന്നെ പേരയിലയും. അപ്പൊ ഇത് രണ്ടും മുഖക്കുരു മാറ്റാനും പാടുകൾ മാറ്റാനും സ്കിന്നിനെ ക്ലിയർ ആക്കാനും സ്കിന്നിന് നല്ല കളർ നൽകാനും ഒക്കെ സഹായിക്കുന്ന 2 ഇൻഗ്രീഡിയൻസ് ആണ് ഇത് രണ്ടും. ഇനി നമുക്ക് ഇതിന്റെ ഓയിൽ ഉണ്ടാക്കാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഓയില് സ്വീറ്റ് ആൽമണ്ട് ഓയിലാണ്. അപ്പൊ എന്റെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഒരു ഓയിൽ എന്ന് പറയുന്നത് ഇതാണ്. എന്റെ സ്കിന്നിന് കോക്കനട്ട് ഓയിൽ ചേരില്ല. അപ്പൊ അത് തന്നെ ഞാൻ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഓയിൽ നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം ആൽമണ്ട് ഓയിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അതുപോലെ തന്നെ കോക്കനട്ട് ഓയിൽ ഇപ്പം എല്ലാവർക്കും ചേരണമെന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം. അതുപോലെ തന്നെ ഒലിവ് ഓയിൽ എടുക്കാം. അപ്പൊ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് അത് എടുക്കുക. അപ്പൊ ഈ 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഓയിൽ തയ്യാറാക്കാനായിട്ട്. അപ്പൊ ആദ്യം ഞാനിവിടെ ചെയ്യുന്നത് മഞ്ഞൾ ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പൊ കുറച്ച് ക്വാണ്ടിറ്റി അല്ലേ ഉള്ളൂ. നമുക്കിതിപ്പോ മിക്സിയിലിട്ട് വേണമെങ്കിൽ ഒന്ന് അടിച്ചെടുക്കാം, ഒന്ന് ചെറുതായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കല്ല് വെച്ചിട്ട് ഇടിച്ചെടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ജസ്റ്റ് ഒരു ഗ്രേറ്ററിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉരച്ചു കൊടുക്കുകയാണ്. അപ്പൊ അത് കുറച്ച് നന്നായിട്ട് അതിന്റെ ആ ഒരു ജ്യൂസും നല്ലൊരു പേസ്റ്റ് പോലെ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ പേരയിലയും അത് ഇങ്ങനെ ജസ്റ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതും കുറച്ച് ഇങ്ങനെ ചതഞ്ഞ് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് കുറച്ച് ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് ഞാനിപ്പോ മിക്സിയിലിട്ട് അടിക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതനുസരിച്ച് ചെയ്യാം. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ കൈ പോകാതെ നോക്കണം. ഓക്കെ, അപ്പൊ ദേ ഇതുപോലെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ടുന്നത് ഒരു കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് നമുക്ക് ഇത് വെച്ചിട്ട് ഓയിൽ തയ്യാറാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിന്റെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ അടിവശം കട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഈ ഒരു ബോട്ടിൽ ഈ ഒരു പോർഷൻ, അതായത് ഒരു 1/4 പോർഷനോളം ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നമ്മളിപ്പോ പേരയിലെയും മഞ്ഞളും ഞാൻ എടുത്തിരിക്കുന്ന ഒരു ക്വാണ്ടിറ്റി അനുസരിച്ചിട്ടാണ് ഓയിൽ എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഓരോ ഇൻഗ്രീഡിയൻസിന്റെയും എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നോ അതനുസരിച്ച് ഓയിൽ എടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഓയിലും അതിനകത്തേക്ക് നമ്മളിപ്പോ നേരത്തെ തയ്യാറാക്കി വെച്ചില്ലേ മഞ്ഞളിന്റെയും പേരയിലയുടെയും ആ ഒരു മിക്സ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ചെറിയ തീയിലിട്ടിട്ട് വേണം നമ്മളിത് തിളപ്പിക്കാനായിട്ട്. അപ്പൊ ആദ്യം ഇടുമ്പം ഇത് ചൂടായിട്ട് ഇതേ നല്ലപോലെ പത വരുന്നുണ്ട്. അപ്പൊ അതിലൊക്കെ ജലാംശമുണ്ട്. അപ്പൊ ഇത് ചൂടായി അതിലെ ആ ഒരു പതയെല്ലാം മാറും, ആ ഒരു കുമിളയൊക്കെ മാറുമ്പോഴാണ് കറക്റ്റ് അതിലെ ജലാംശം എല്ലാം പോയി ഗുണങ്ങളെല്ലാം ആ ഓയിൽ ഇറങ്ങിയിട്ട് കറക്റ്റ് പാകമായിട്ട് കിട്ടുന്നത്. അപ്പൊ ഇതേ കണ്ടില്ല, ആ ഒരു കുമിളയൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ നമ്മൾ ഉണ്ടാക്കുന്ന ഓയിൽ കേടാകാതെ കുറെ നാൾ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ അതേ ഫുൾ പതയെല്ലാം മാറിയിട്ട് എണ്ണ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത മഞ്ഞളും പേരയിലേക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ട് ആ എണ്ണയുടെ അടിയിലേക്ക് പോയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇതാണ് കറക്റ്റ് പാകം. ഇതിന്റെ ആ ദിവസം തന്നെ എടുക്കണ്ട, നമുക്ക് നെക്സ്റ്റ് ഡേയിൽ ഇത് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പൊ ആ ഒരു ഓയിലിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ആ പേരയിലയുടെയും അതുപോലെ തന്നെ മഞ്ഞളിലും ഒക്കെ ഉള്ള ഗുണങ്ങളെല്ലാം അതിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന്റെ ആ ഒരു നിറവും കൂടെ ആ ഒരു ഓയിലിലേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പൊ നമ്മുടെ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നെക്സ്റ്റ് ഡേയിൽ അരിച്ചെടുക്കാം. അപ്പൊ ഇതുപോലെ ഒരു ഗ്ലാസ് ജാറിലേക്ക് നമുക്ക്
ഈ ഓയിൽ സൂക്ഷിക്കാവുന്നതാണ്. കണ്ടില്ലേ? അപ്പൊ അതിന്റെ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നല്ല അമേസിംഗ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പൊ ഇത് എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഇത് യൂസ് ചെയ്യാം. വളരെ സിമ്പിൾ അല്ലേ? വെറും കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കാനായിട്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഈ ഓയില് നമുക്കൊരു സ്പൂൺ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ടോ എടുക്കാം. ഒരിക്കലും നനവുള്ള സ്പൂണോ ഒന്നും തന്നെ ഇതിനകത്തേക്ക് ഇടാൻ പാടില്ല. ഓയിൽ പെട്ടെന്ന് കേടാവും. അത് കാരണം ഡ്രൈ ആയിട്ടുള്ള സ്പൂണോ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് ഓയിൽ എടുക്കുക. അപ്പൊ നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ച് എടുക്കാം. അപ്പൊ ഞാൻ എന്റെ ഫേസിലും നെക്കിലും എല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇത് എങ്ങനെ റിമൂവ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇത് അപ്ലൈ ചെയ്തിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക. അപ്പൊ നമുക്ക് നല്ലൊരു ഫേഷ്യൽ മസാജ് എങ്ങനെ ചെയ്യാം എന്നുള്ള ഒരു വീഡിയോ ഞാൻ കുറെ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. എന്നിട്ട് ആ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഈ ഒരു മസാജിങ് നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു 2-3 തവണയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഫേസിലേക്ക് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്യുക. കണ്ണിന് ചുറ്റുമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു മസാജ് കൊടുത്തിട്ട് ഇതൊരു അരമണിക്കൂർ വിടുക. അതിനുശേഷം റിമൂവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഓയിൽ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഫേസ് പാക്ക് ഇട്ടിട്ട് ഫേസ് മോയ്സ്ചറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2-3 ഡ്രോപ്പ് എടുത്തിട്ട് നമുക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് കുളിക്കുന്നതിന് മുന്നേ ആയിട്ട് അപ്ലൈ ചെയ്യാം. ഏതാണോ നമുക്ക് സൗകര്യം ആ ഒരു രീതിയിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത് കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അപ്പൊ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ കാണാൻ പറ്റും. പാടുകളൊക്കെ പതിയെ കുറഞ്ഞിട്ട് സ്കിന്ന് നല്ല ക്ലിയർ ആവുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ ടെക്സ്ചർ ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ട് വരികയും ചെയ്യും. വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അതുപോലെ തന്നെ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ വെച്ചിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ ഗുണം ഒന്നുകൂടെ ഇരട്ടിക്കും. അപ്പൊ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ സ്കിന്നിന് നല്ല കളർ കൊടുക്കാനും പാടുകൾ മാറ്റാനും സ്കിന്നിന് നല്ല തിളക്കം നൽകാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓയിലാണ്. അപ്പൊ ഏത് ഓയിലാണെങ്കിലും നമ്മുടെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ളത് നോക്കിയിട്ട് തന്നെ സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ അതെ ഞാൻ ഫുള്ളായിട്ട് എന്റെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ വിടുക. അപ്പൊ ബാക്കിയുള്ള ഓയിൽ നമുക്ക് കയ്യിലേക്കൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ബോഡിയിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഓയിലാണ് കേട്ടോ. ഇനി നമുക്ക് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഇത് റിമൂവ് ചെയ്ത് കളയാം. അപ്പൊ ഇത് റിമൂവ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരു ചെറിയ ചൂടുവെള്ളം എടുക്കുക, അതിലേക്ക് ഒരു തുണി മുക്കിയിട്ട് പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് ആ തുണി വെച്ചിട്ട് നമ്മുടെ ഫേസ് തുടച്ചെടുക്കുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓയിൽ റിമൂവ് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് കഴുകേണ്ട ഒരു ആവശ്യവും ഇല്ല. ഈ ഒരു രീതിയിൽ നമ്മളിത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിൽ പോവുകയും ചെയ്യും, എന്നാട്ട് നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള ഓയിൽ അവിടെ നിൽക്കുകയും ചെയ്യും. അതായത് ഒരു മോയ്സ്ചറൈസർ ഇട്ട ഒരു ഫീൽ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത ചെറുപയറിന്റെ ആ ഒരു ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് സെക്ഷൻ ഇടാനും മറക്കരുത്. പിന്നെ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.